ഇടുക്കി തൊടുപുഴയിലെ ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഒന്നാം പ്രതി ജോമോന്റെ ബന്ധു ഉപ്പുതറ സ്വദേശി എബിൻ തോമസ് ആണ് അറസ്റ്റിലായത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഇയാളെ പ്രതി ചേർത്തത്. സന്ദീപ് രാജാക്കാട് ചേരും വിവരങ്ങളുമായി. സന്ദീപ്, എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? മോർണിംഗ് വെങ്കടേശൻ. റോഷ്നി, ഇന്നലെ രാത്രിയിലാണ് ഇയാളെ ഈ തൊടുപുഴ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊടുപുഴയിൽ ബിജുവിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായതോടെ 5 പ്രതികൾ ഈ കേസിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജോമോന്റെ ഫോൺ കോളുകൾ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത്. ഈ കോൾ ടു കോളിൽ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം താൻ ദൃശ്യം 4 നടപ്പിലാക്കി എന്നതടക്കമുള്ള കോൾ റെക്കോർഡുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ഈ ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോമോന്റെ ഭാര്യ കൂടി ഈ കേസിൽ പ്രതിയാകുമെന്ന വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് കേസിന് ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഈ എബിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ജോമോൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എബിൻ പണം കൈമാറിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകം നടത്തി എന്ന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്നുള്ളതാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ജോമോന്റെ ബിസിനസ് പങ്കാളി കൂടിയായിട്ടുള്ള ബന്ധുവുമാണ് എബിൻ എന്നുള്ളതാണ്. വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ജോമോന്റെ ഭാര്യയെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ജോമോനും ഒപ്പം തന്നെ മറ്റ് പ്രതികളും ചേർന്ന് ഇയാളെ ബിജുവിന്റെ മൃതദേഹം വീട്ടിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷമാണ് അപ്പോൾ ഈ വാതിൽ തുറന്നു നൽകിയത് ഭാര്യയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരെ പ്രതിയേർക്കുന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നതിനിടയിലാണ് ഈ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുകയും അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തി ഈ എബിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.